നമസ്കാരം. ഇന്ത്യയെ ദ്രോഹിക്കുക അജണ്ടയാക്കിയിരിക്കുന്ന രാജ്യങ്ങളാണ് ചൈനയും പാകിസ്ഥാനും. പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഒരു ഭീകരതയെ ഉപയോഗിച്ചപ്പോൾ ചൈനയാകട്ടെ ശക്തമായ സൈനിക സാന്നിധ്യം വഴിയാണ് ഇന്ത്യക്കെതിരെ വെല്ലുവിളി ഉയർത്തിയത്. എന്നാൽ ഈ ഇരട്ട ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ ഏത് പ്രകോപനത്തിനും, പ്രത്യേകിച്ച് ഭീകരാക്രമണങ്ങൾക്കുമെതിരെ നിർണായകവും വ്യക്തവുമായ മറുപടി നൽകുമെന്ന നിലപാട് ഇന്ത്യ കാലാകാലങ്ങളായി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇന്ത്യ തങ്ങളുടെ സായുധ സേനകളുടെ ആധുനികവൽക്കരണം അതിവേഗം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കരസേന, വ്യോമസേന, നാവികസേന എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി സാങ്കേതിക മികവും പ്രവർത്തനശേഷിയും വർദ്ധിപ്പിക്കുന്ന പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ഈ പരിവർത്തനങ്ങളിൽ പൊതു ചർച്ചകളിൽ അധികം പ്രത്യക്ഷപ്പെടാത്തതെങ്കിലും തന്ത്രപരമായി അതീവ പ്രാധാന്യമുള്ള ഒരു മേഖല കടലിന്റെ ആഴങ്ങളിൽ നിശബ്ദമായി ശക്തിപ്പെടുകയാണ് നാവികസേനയുടെ ആണവ പ്രതിരോധ ശേഷി. ഇന്ത്യൻ നാവികസേനയുടെ അടുത്തിടെ പ്രവർത്തനപരമായി പരീക്ഷിച്ച K4 അന്തർവാഹിനി വിക്ഷേപിത ബാലിസ്റ്റിക് മിസൈൽ ഈ മാറ്റത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. ആഴക്കടലിൽ നിന്നും വിക്ഷേപിക്കാനായി രൂപകൽപ്പന ചെയ്ത K4 ഇന്ത്യക്ക് വിശ്വസനീയമായ സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി നൽകുന്നു. ആണവ പ്രതിരോധത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നായ ഈ കഴിവ് ആദ്യാക്രമണം നേരിട്ടാലും ശക്തമായ പ്രതികാരം നടത്താൻ ഇന്ത്യക്ക് കഴിയുമെന്ന ഉറപ്പാണ് നൽകുന്നത്. വിശാഖപട്ടണം തീരത്ത് അരിഹന്ത് ക്ലാസിലെ 2ാമത്തെ അന്തർവാഹിനിയായ INS അരിഹട്ടിൽ നിന്നാണ് K4 മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത്. ഒരു ഇന്ത്യൻ അന്തർവാഹിനിയിൽ നിന്നും ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത് ഇത് ആദ്യമായാണ്. ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഈ മിസൈൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി അണ്ടർ വാട്ടർ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ഏറ്റവും പുതിയ പരീക്ഷണം അതിന്റെ പരമാവധി പ്രവർത്തന പരിധിയോടെ അടുത്തതായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. INS അരിഹട്ട് നാവികസേനയിൽ ഉൾപ്പെടുത്തിയതോടെ കര, വായു, കടൽ എന്നീ 3 തലങ്ങളിൽ നിന്നുമുള്ള ആണവായുധ വിക്ഷേപണ ശേഷി ഇന്ത്യക്ക് പൂർണ്ണമായും കൈവന്നിരിക്കുന്നു. ഇതോടെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ആണവ ത്രിരാഷ്ട്ര ശേഷിയെ കുറിച്ച് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടി. ഇത് ഇന്ത്യയുടെ ആഗോള തന്ത്രപരമായ നിലപാടിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പ്രതിരോധ രംഗത്ത് രാജ്യത്തിന്റെ വിശ്വാസ്യതയെ വർദ്ധിപ്പിക്കുന്നതുമാണ്. K4 മിസൈലിനെയും ബ്രഹ്മോസിനെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് പതിവായിരുന്നാലും രണ്ടും വ്യത്യസ്ത ആവശ്യങ്ങൾ നിറവേറ്റുന്ന ആയുധ സംവിധാനങ്ങളാണ്. ഏകദേശം 3500 കിലോമീറ്റർ ദൂരപരിധിയുള്ള K4 ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലാണ്. മാക് 5ലേറെ വേഗത കൈവരിക്കുന്ന ഇതിന്റെ സ്വഭാവം തന്ത്രപരമായ പ്രതിരോധത്തിനായാണ്, യുദ്ധഭൂമിയിലെ തൽക്ഷണ ആക്രമണങ്ങൾക്ക് വേണ്ടിയല്ല. മറുവശത്താകട്ടെ ഇന്ത്യ, റഷ്യ സംയുക്തമായി വികസിപ്പിച്ച ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ തന്ത്രപരമായും യുദ്ധപരമായും ഉപയോഗിക്കാവുന്ന ഒരു ബഹുമുഖ ആയുധമാണ്. പരിധിയിലും ലക്ഷ്യത്തിലും K4 ബ്രഹ്മോസിനേക്കാൾ ഏറെ മുന്നിലാണ്. വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുമ്പോൾ തന്നെ ശത്രുദേശത്തിന്റെ ആഴങ്ങളിൽ ആക്രമണം നടത്താനുള്ള കഴിവ് ഇന്ത്യക്ക് നൽകുന്നതാണ് K4നെ അതീവ നിർണായകമാക്കുന്നത്. ഒരു അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിക്കപ്പെടുന്ന മിസൈൽ കണ്ടെത്തുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്നത് അതീവ ദുഷ്കരമായതിനാൽ ഏറ്റവും മോശം സാഹചര്യങ്ങളിലും ഇന്ത്യയുടെ പ്രതികാര ശേഷി നിലനിൽക്കുമെന്ന ഉറപ്പ് ഇതിലൂടെ ലഭിക്കുന്നു. നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിൽ K4 മിസൈൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് എങ്കിലും ഇതൊരു ശക്തി ഗുണിതം ആണ് എന്നൊരു പ്രതിരോധ വിദഗ്ധർ നിരീക്ഷിക്കുന്നു. ഒരിക്കലും വെടിവെക്കേണ്ടി വരാതെ തന്നെ എതിരാളികളുടെ കണക്കുകൂട്ടലുകളിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഈ ശേഷിയാണ് യഥാർത്ഥ പ്രതിരോധ ശക്തി. ചൈനയും പാകിസ്ഥാനും പോലുള്ള ആണവായുധ എതിരാളികൾ നിറഞ്ഞ ഒരു പരിസ്ഥിതിയിൽ ഇന്ത്യയുടെ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ K4 പോലുള്ള സംവിധാനങ്ങൾ നിർണായക പങ്കുവഹിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.